എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ തനതിടം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തത് കേവലരാമനും ചിന്താരാമനും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ? ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഒന്നാമതേ തന്നെ ഭയന്ന് നിൽക്കുന്ന കേവലരാമൻ അപകടം വന്നാൽ നിങ്ങൾ എന്നെ വിട്ടുകളയരുത് എന്ന് ചിന്താരാമനോട് പറയുന്നുണ്ട് അല്ലേ? ഞാൻ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ചിന്താരാമൻ അതിന് മറുപടി നൽകുന്നത്. എന്നാൽ പിന്നീട് പാഠഭാഗം വായിക്കുമ്പോൾ ചിന്താരാമൻ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കേവലരാമൻ ആ സിംഹാസനത്തിലെ കാലുകൾ മാറ്റിവെച്ച് ഉറക്കം തൂങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അധികാരം ജനങ്ങളിലേക്ക് എന്ന മോഹന വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിപ്പോയ ഒരു സാധാരണ ജനപ്രതിനിധിയാണ് കേവലരാമൻ. ഇങ്ങനെയുള്ള കേവലരാമൻ്റെ ഉറക്കം കണ്ടാണ് അടുത്ത കഥാപാത്രമായ കൊത്തുവാൾ പ്രവേശിക്കുന്നത്. കേവലരാമൻ്റെ ഉറക്കം കണ്ട് ദേഷ്യപ്പെട്ടു വരുന്ന കൊത്തുവാൾ എന്ന നിയമരാമൻ, എടാ ധിക്കാരി, സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു, അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട കൊത്തുവാളാണ് ഞാൻ എന്നാണ് കേവലരാമനോട് പറയുന്നത്. കൊത്തുവാൾ പിന്നീട് കേവലരാമനെ എന്താണ് ചെയ്യുക എന്നതാണ് നാടകത്തിന്റെ പിരിമുറുക്കമായി മാറുന്നത്. തൻ്റെ കാലുകളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന പ്രജാരാമന്മാരെ പിടിലിക്ക് പിടിച്ച് തള്ളുന്നതാണ് മഹാരാജാവിന് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് കൊത്തുവാൾ കേവലരാമനെ പിടിച്ച് താഴെയിട്ട് അടിക്കുന്നു. രാജാവിൻ്റെ അധികാരം കൊത്തുവാൾ സ്വയം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ചിന്താരാമനാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വായനയിൽ മുഴുകിയിരിക്കുന്നു. തനിക്ക് അടി കിട്ടിയതൊന്നും പരിഗണിക്കാതെ ഇവിടെ ഒരു രാജാവുണ്ടോ എന്ന് കേവലരാമൻ ചോദിക്കുന്നു. തുടർന്ന് മരക്കാലുകളുടെ ബാക്കി ഭാഗങ്ങൾ അന്വേഷിക്കുന്നു. എല്ലാം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടെന്ന് കൊത്തുവാൾ മറുപടി നൽകുന്നു. അപ്പോൾ ആ കാണുന്നത് ഞാനാണ്, അത് എൻ്റെ കാലുകളാണ് എന്ന് ചിന്താരാമൻ അവകാശപ്പെടുന്നു. ഇതിന് മറുപടിയായി രാജ്യദ്രോഹത്തിന് മാപ്പില്ലെന്ന് ചിന്താരാമനോട് കൊത്തുവാൾ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ കേവലരാമൻ താനാണ് രാജാവെന്നും എൻ്റെ കാലുകളാണ് ഇവിടെയുള്ളതെന്നും അവകാശപ്പെടുന്നു. അപ്പോൾ രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന കൊമ്പുവിളി കേൾക്കുന്നു. ഞങ്ങൾക്ക് രാജാവിൻ്റെ കാല് മാത്രം കണ്ടാൽ പോരാ എന്ന് കേവലരാമൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ രാജഗുരു പ്രവേശിക്കുന്നു. രാജഗുരുവും മറ്റുള്ളവരും തമ്മിൽ പിന്നീട് പല തർക്കങ്ങൾ ഉണ്ടാവുകയും തർക്കത്തിനൊടുവിൽ രാജാവിൻ്റെ കാലാണ് എൻ്റെ ചെവി എന്ന് രാജഗുരു പറയുന്നു. രാജാവ് ആ സ്ഥാനത്ത് എത്തിയത് അധികാരത്തിൻ്റെ ഇടയിൽ നടന്ന ചില വിപ്ലവങ്ങളിലൂടെയാണെന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇയാളല്ലേ പഴയ രാജാവിനെ വധിച്ചത് എന്ന് ജനങ്ങൾ പറയുന്നു. രാജാവ് കഷ്ടിച്ച് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിദൂഷകൻ അതിന് മറുപടി നൽകുന്നു. കാലുകൾ ജീവിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ മരിച്ചു ജീവിക്കുന്നു, ജീവിച്ച് മരിക്കുന്നു എന്ന് ചിന്താരാമൻ പറയുന്നു. ഇതിനിടയിൽ വിദൂഷകൻ വേഷം മാറി വന്ന രാജാവല്ലേ എന്ന് കേവലരാമന് സംശയം തോന്നുന്നു. വിദൂഷകൻ സിംഹാസനത്തിൽ ഇരിക്കാനൊരുങ്ങുമ്പോൾ കൊത്തുവാൾ അവരെ തടയുന്നു. രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുന്നിൽ ചൂലും കിണ്ടിയിൽ വെള്ളവുമായി അടിച്ചുതളിക്കാരി വരുന്നു. അടിച്ചുവാരി വൃത്തിയാക്കാനാണ് ഞാൻ വന്നത്, എല്ലാവരെയും ചവറാക്കും എന്നാണ് അടിച്ചുതളിക്കാരി പറയുന്നത്. എനിക്ക് നിങ്ങളെക്കാൾ ഗൗരവമുണ്ടെന്നും അടിച്ചുതളിക്കാരി പറയുന്നു. നമുക്ക് അവകാശപ്പെട്ടതേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ചിന്താരാമൻ പറയുന്നത്. നിങ്ങളാണ് ശരിക്കുമുള്ള രാജാവ് എന്ന് അടിച്ചുതളിക്കാരിയോട് ചിന്താരാമൻ പറയുന്നു. തുടർന്ന് അടിച്ചുതളിക്കാരി മാറാലയും ചപ്പുചവറുകളും അടിച്ച് വൃത്തിയാക്കുന്നു. തുടർന്ന് മരക്കാലുകളെ അന്തപുരത്തിലേക്ക് ആനയിക്കുന്നതിലൂടെ നാടകം അവസാനിക്കുന്നു. ഇത്തരം ശുദ്ധീകരണ പ്രക്രിയകളാണ് ജീർണിച്ച അധികാര കേന്ദ്രങ്ങളെ തൂത്തെറിഞ്ഞിട്ടുള്ളത്. വിദൂഷകൻ അഗ്നിവർണ്ണന്റെ കാലുകളെടുത്ത് സ്വകാര്യ മുറിയിലേക്ക് പോകുന്നതോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഇത്തരത്തിൽ അഗ്നിവർണ്ണൻ എന്ന രാജാവിൻ്റെ ദുഷ്പ്രവർത്തികളിലൂടെ ഇന്നത്തെ അധികാരികൾക്ക് നേരെയുള്ള ഒരു വിമർശനമായിട്ടാണ് കാവാലം ഈ നാടകം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അധികാരത്തിൻ്റെ ഇടനാഴികളിലെല്ലാം സ്വാർത്ഥതയുടെ അംശം കലരുമ്പോഴാണ് എപ്പോഴും അഴിമതിയുടെ കറ ഉണ്ടാവുന്നത്. അത് ഉണ്ടാകാതിരിക്കാനും നല്ലൊരു ഭരണം ഉണ്ടാവാനും ജനങ്ങൾ സ്വയം തീരുമാനമെടുത്ത് മുന്നേറണമെന്നാണ് ഈ നാടകത്തിൻ്റെ ആശയം. സമകാലിക പ്രസക്തി കൂടി വ്യക്തമാക്കിയാണ് ഈ പാഠഭാഗത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് കാവാലം നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.